ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ഇന്നത്തെ ദിവസം അത്ഭുതകരമായി നിങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഉണ്ടാകട്ടെ. കർത്താവ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ വചനഭാഗമാണ് ഇന്ന് നാം പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രോഗികളായ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി, ഭവനത്തിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി, നമുക്ക് അറിയാവുന്ന രോഗികളായ എല്ലാവരെയും ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കാം. ചില രോഗങ്ങൾ പെട്ടെന്ന് മാറിപ്പോകുന്നു. ചിലത് പൂർവികരിൽ കൂടി കുടുംബത്തിലേക്ക് വന്ന രോഗാവസ്ഥ, ചിലത് അപകടങ്ങളിൽ കാരണം ഉള്ള രോഗങ്ങൾ, മറ്റു ചിലത് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് ഉള്ള രോഗങ്ങൾ, നിരാശയും ദുഃഖവും കാരണമുണ്ടാകുന്ന രോഗങ്ങൾ, മറ്റ് പല കാരണങ്ങളാൽ പല രോഗങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ഇന്ന് വലിയ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കാരണങ്ങൾ എന്താണെങ്കിലും സുഖപ്പെടുത്തുന്നവൻ ഒരേ ഒരുവനാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തളർവാദ രോഗിയെ, 38 വർഷം തളർന്നു കിടന്ന ഒരു രോഗിയെ, അയാൾ ആവശ്യപ്പെടാതെ തന്നെ, അയാൾ ആഗ്രഹിച്ചു എന്നാൽ ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് അവൻ്റെ മേൽ സൗഖ്യമയച്ച് അവനെ സകല പാപത്തിൽ നിന്നും രക്ഷിച്ച് ആ രോഗത്തെ അവിടുന്ന് സുഖപ്പെടുത്തി. പാപകാരണങ്ങളാലും നമുക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതിനാൽ ഇന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യുക. ദൈവം അനുവദിച്ചുള്ള ചില രോഗങ്ങളുണ്ട്. ആ രോഗാവസ്ഥയിൽ കൂടി നമ്മെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുവാനും നമ്മെ മറ്റെന്തോ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതിനും കൂടി ഉള്ള രോഗങ്ങളുമുണ്ട്. അതിനാൽ ഇന്ന് രാവിലെ നമുക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ രോഗാവസ്ഥയെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സൗഖ്യവും അത്ഭുത വിടുതലിനും വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലുള്ള എല്ലാ രോഗികളെയും ഇപ്പോൾ ഓർക്കുക. എല്ലാവർക്കു വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുത സൗഖ്യം ഇന്ന് രോഗികളായ എല്ലാവരുടെ മേലും വന്നിരിക്കും. വിശ്വസിച്ച് ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവൻ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് ഇത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, സൗഖ്യദായകനായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, തളർവാദ രോഗിയെ, നിന്റെ ശയ്യയുമെടുത്ത് നടക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തപ്പോൾ തൽക്ഷണം നിന്റെ വാക്ക് കേട്ട് അവൻ എഴുന്നേറ്റ് തൻ്റെ കിടക്കയുമെടുത്ത് നടന്നുപോയ ഈ സംഭവം, ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന ഈ സംഭവം ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഇന്ന്
രോഗസൗഖ്യത്തിനുള്ള നിന്റെ അത്ഭുത കഴിവിനെ ഓർത്ത് വിശ്വസിച്ചുകൊണ്ട് രോഗികളായ ഓരോരുത്തരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നതിന് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന രോഗികളെ, കുടുംബാംഗങ്ങളിൽ രോഗാവസ്ഥയിലുള്ളവരെ, ഞങ്ങളുടെ അയൽവാസികളിൽ രോഗികളായവർക്ക് വേണ്ടി, മറ്റ് അനേകം രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരിക രോഗവും മാനസിക രോഗവും ആത്മീയ രോഗവും ബാധിച്ച ഓരോ രോഗിക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശില്പ ബേബി എന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ശരീരത്തെ അലട്ടുന്ന ചൊറിച്ചിലും വേദനയും ദുസ്സഹമായ അവസ്ഥയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മകളെ അലട്ടുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് യേശുവിൻ്റെ തിരുരക്തത്താൽ അവളുടെ ശരീരത്തെ ഞാൻ കഴുകി വിശുദ്ധീകരിക്കുന്നു. കർത്താവെ, നിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ ആ മകളിലേക്ക് വ്യാപരിക്കട്ടെ. ആ മകളെ രോഗിയാക്കുന്ന, അവളെ തളർത്തുന്ന, അവളെ ക്ഷീണിപ്പിക്കുന്ന, അവൾക്കൊന്നും ചെയ്യാൻ തോന്നിപ്പിക്കാത്ത തരത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും, മന്ത്രവാദ കെട്ടുകളിൽ നിന്നും, ആഭിചാര പ്രവൃത്തികളിൽ നിന്നും ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആ മകളെ ഞാൻ സൗഖ്യപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശില്പാ ബേബിക്ക് ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. അവളെ അലട്ടുന്ന എല്ലാ ദുഷ്ടപിശാചുക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു. വിട്ടുപോകുക. ഈ മകൾ ദൈവത്തിൻ്റെ മകളാണ്. ഈ മകളെ അലട്ടുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ഞാൻ നിർവീര്യമാക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കർത്താവെ, മന്ത്രവാദവും ആഭിചാര പ്രവർത്തനങ്ങളും കൂടോത്രങ്ങളും കാരണം ഉണ്ടായിരിക്കുന്ന ചില രോഗങ്ങളിൽ നിന്ന് എല്ലാ മക്കളെയും നീ സൗഖ്യപ്പെടുത്തണമേ. യേശുവെ, മാനസികമായി വേദനിക്കുന്നവരെ സമർപ്പിക്കുന്നു, ഡിപ്രഷനിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ലിസി എന്ന മകൾക്ക് പരിപൂർണ സൗഖ്യം കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ബ്രിജിറ്റ് മോങ്കന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ട്രീസ മോങ്കന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ ശക്തി ഇപ്പോൾ ആ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാ അസ്വസ്ഥതയിൽ നിന്നും ഇപ്പോൾ അവരെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, ആ മകളുടെ ഭർത്താവ് ഈ മകൾ ഉറങ്ങുമ്പോൾ മരിച്ചുപോയോ ജീവനുണ്ടോ എന്ന് അറിയാൻ എപ്പോഴും കൂടെയിരുന്ന് ശ്രദ്ധിക്കുന്ന ആ മകൻ്റെ വേദനയെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ബ്രിജിറ്റിനെ ഇപ്പോൾ തന്നെ തൊട്ട് സുഖപ്പെടുത്തണമേ. മോങ്കൻ ഫാമിലിയിലെ എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയുണ്ടാകണമേ. ജോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജോയ് സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനിതായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ രാജീവിന് വേണ്ടി, രജനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗാവസ്ഥയിൽ നിന്നും, പ്രത്യേകമായി ചർമ്മ രോഗത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ. മേരി രാജന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കാരുണ്യം ഇപ്പോൾ ഈ രോഗികളുടെ മേൽ ഒഴുക്കി, നിന്റെ തിരുരക്തം ഒഴുക്കി അവരുടെ ചർമ്മരോഗത്തിൽ നിന്ന് അവരെ പരിപൂർണമായി സുഖപ്പെടുത്തണമേ. ശരീരത്തിൽ വെള്ളപ്പാണ്ടും കറുത്ത പാണ്ടും കാരണം വേദനിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഇപ്പോൾ തന്നെ നീ ഇടപെടണമേ. നിന്റെ അത്ഭുത രോഗസൗഖ്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നിനക്ക് ഞങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളുടെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗത്തിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, രോഗികളായ എല്ലാവരുടെ മേലും നീ കരം വയ്ക്കണമേ. അമിതമായ ദുഃഖവും വേദനയും തിരസ്കരണവും കാരണം ആന്തരിക മുറിവുകൾ നേരിട്ട് രോഗാവസ്ഥയിലായിരിക്കുന്ന, മാനസികമായി തളർന്നു പോയിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ ശക്തി, ജീവൻ്റെ ഉറവയായ ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ദൈവസ്നേഹം കൊണ്ട് ഈ മക്കൾ നിറയട്ടെ. കർത്താവെ, ഡിപ്രഷനിലായിരിക്കുന്ന എല്ലാവരും ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും ഇപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. യേശുനാമത്തിൽ എല്ലാ രോഗികൾ
മകൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ അലക്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയുണ്ടാകണമേ. ആശുപത്രിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആക്സിഡൻറ്റ് വന്ന് ഒരു മകനെ ICUയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഈ മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ICUയിലും വെന്റിലേറ്ററിലുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുരേന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ. ദൈവമേ, നിൻ്റെ അത്ഭുത സൗഖ്യം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളിലേക്കും വ്യാപരിക്കട്ടെ. ക്ലിഫേർഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കരുണയുണ്ടാകണമേ. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നീ ഇപ്പോൾ തന്നെ എല്ലാ രോഗികളുടെ മേൽ നീ കരുണ അയക്കണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിച്ചിപ്പോൾ പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ. ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരസ്പരം ക്ഷമിക്കാൻ കഴിയാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ കരുണയുണ്ടാകണമേ. നീ കരുണയുടെ ദൈവമാണ്. ഇപ്പോൾ തന്നെ നിൻ്റെ ശക്തി അയച്ച് ഈ രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. നിന്റെ വചനം അയച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. അത്ഭുത സൗഖ്യം കാത്തിരിക്കുന്ന ഓരോ മകനും മകൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്കെല്ലാം സാധ്യമാണ്. ഈ സൗഖ്യത്തിലൂടെ അനേകർ നിന്നെ അറിയുവാൻ ഇടവരുത്തണമേ. ഈ പ്രാർത്ഥനയിലൂടെ അനേകർ നിന്റെ സന്നിധിയിലേക്ക് തിരികെ വരാൻ, അത്ഭുതകരമായി അവർ വിശ്വാസത്തിലേക്ക് തിരികെ വരാൻ കർത്താവേ, നിന്റെ സൗഖ്യദായകമായ അത്ഭുത പ്രവർത്തനത്തിലൂടെ ഇന്ന് ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും ആശ്വാസവും സമാധാനവും പാപമോചനവും ലഭിക്കുന്നതിന്, പശ്ചാത്താപം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർവികരിലൂടെ വന്നുപെട്ടുപോയ എല്ലാ ശാപദോഷ ബന്ധനങ്ങളും യേശുനാമത്തിൽ ഞാനിപ്പോൾ നിർവീര്യമാക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഈ മക്കളെ ഞാൻ നിറയ്ക്കുന്നു. ഈശോയെ, നിൻ്റെ വചനത്തിൻ്റെ സൗഖ്യമയച്ച് ഇപ്പോൾ ഈ മക്കളെ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരത്തെ നീ സൗഖ്യപ്പെടുത്തണമേ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. തളർന്ന മനസ്സിന് നീ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഉത്സാഹം കൊണ്ട് നിറയ്ക്കണമേ. ഒരു പുതിയ ജീവിതം അവർ സ്വപ്നം കണ്ട് പുതിയ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും വന്ന് ദൈവനാമത്തിന് സ്തുതികൾ അർപ്പിച്ച് ജീവിക്കുവാൻ ഇനി മുതൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് കർത്താവേ, നീ ഉത്തരം നൽകണമേ. ഈ സമയം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ ഓരോന്നായി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം ഇന്നെല്ലാ രോഗികളുടെ മേലും വലിയ സൗഖ്യത്തിന് ഇടവരുത്തട്ടെ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. ഈശോയെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഇന്ന് ഈ മക്കളെ നിറയ്ക്കണമേ. ഇന്നൊരു അത്ഭുത സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരും ഉറങ്ങാൻ മുൻപ് ഒരു വലിയ സാക്ഷ്യം പറയുന്നതിന് ഇവരെ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ രോഗികളുടെ മേലും അവിടുന്ന് കരം വെച്ച് സൗഖ്യപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം ഇന്ന് രോഗികളായ എല്ലാവരുടെ മേലും കർത്താവ് നൽകി സുഖപ്പെടുത്തട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി അവരെ അനുഗ്രഹിക്കട്ടെ. ശരീരത്തിൻ്റെ എല്ലാ വേദനയും, ക്ഷീണവും, തളർച്ചയും, ചൊറിച്ചിലും, അസ്വസ്ഥതയും, ക്ലേശകരമായ അനുഭവങ്ങളെല്ലാം യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകുന്നു. വേദന എല്ലാം വിട്ടുപോകുന്നു. പരിപൂർണ സൗഖ്യം കർത്താവ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞ് നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു എന്ന വിശ്വാസത്തോടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് സൗഖ്യമുണ്ടായി എന്ന വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നൊരു വലിയ അത്ഭുതം നിങ്ങൾ കണ്ടിരിക്കും. അത്ഭുത സൗഖ്യത്തിന് നിങ്ങളിന്ന് സാക്ഷികളാകും. കർത്താവ് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഇന്ന് പ്രത്യേകമായി നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രാർത്ഥന തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.